അതായത് ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഗോപാലകൃഷ്ണൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഈ കോൺഗ്രസ്സുകാരും ഈ ബി ജെ പിക്കാരെല്ലാം കൂടി അന്ന് ബി ജെ പിക്കാർ എന്നെ കണ്ടെടുത്ത് കണ്ടുവരുന്നത്. ഞാനൊരു ചർച്ചയിൽ എന്നോട് ഇങ്ങോട്ട് എടുത്തും ചൂടായ സമയത്ത് തിരിച്ചു ചൂടായപ്പോൾ എനിക്ക് പനിയായതുകൊണ്ട് നീ ആരാടാന്ന് ചോദിച്ചു ഞാൻ. അപ്പം അന്നെൻ്റെ സൗണ്ട് വരിഞ്ഞുകൊണ്ട് ഞാൻ കള്ളുകുടിയനാണ്, എതിരെ കള്ളുപിടിക്കാത്ത ആളാണ്. അപ്പോൾ കള്ളുപിടിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫക്രുദ്ദീൻ അലി അല്ല ഇടത് നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രൊപ്പഗാൻഡ അത്. പിന്നെ ഞാൻ കള്ളുപിടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ 2 വർഷം എടുക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാനന്ന് ഇടതുപക്ഷത്ത് വളരെ സജീവമായിട്ട് ഞാൻ ഇടതുപക്ഷക്കാരനെ ഞാൻ സ്വയം തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അന്ന് ഈ ഒരു സംഭവം കണ്ടിട്ട് അന്ന് ഗോപാലകൃഷ്ണൻ ഞാനൊക്കെ ആയിട്ട് ഭയങ്കര അടിയാണ് ചാനലിൽ, ഭയങ്കര മോടി വിടുത്തുന്നു. അന്ന് ഈ സംഭവം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുള്ള 2-3 പേരാണ്. അതിൽ ഒന്നാമത്തെ ആൾ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ എന്നെ വിളിക്കേണ്ട ഒരാവശ്യമില്ല. ഞാനിപ്പോൾ അന്ന് ഇടതുപക്ഷക്കാരും എന്നെ വിളിച്ചിട്ടില്ല. ഇവർക്കൊക്കെ അറിയാം ഞാൻ ഇവരുടെ കൂടെ സഭയിലൊക്കെ ഉണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ അനിയനായിരുന്നിട്ടുള്ളതാണ്. ഞാൻ സിഗരറ്റ് പോലും വലിക്കില്ലെന്നോ ആരും വിളിച്ചിട്ടില്ല. ഇവരെ കൂട്ടത്തിലുള്ള അല്ലെ ഇവരായിട്ട് ഒരു ബന്ധമില്ലാത്ത അതും ഇതും കക്കുന്നവരെയും കള്ളുകൂടിയന്മാരെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഇവന്മാരൊക്കെ പിന്നെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആരും എന്നെ ഒരു തരത്തിലുള്ള സപ്പോർട്ടൊന്നും നൽകിയില്ല, സപ്പോർട്ട് അന്വേഷിക്കുകയും ചെയ്തില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഇടതുപക്ഷക്കാരാണ്, ഞാൻ സ്വയം തെറ്റിദ്ധരിക്കുന്നത്, അല്ല അവർ കൂട്ടിയിട്ടില്ല എനിക്ക് മനസ്സിലായി.